2003 വൈദ്യുതി നിയമത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും നിയമനവും കമ്മീഷന്റെ പ്രവർത്തനവും സംബന്ധിച്ചും കൃത്യമായ ചട്ടങ്ങൾ നിലവിലുണ്ട്. ഏതെങ്കിലും പ്രത്യേക സ്ഥാപനത്തോട് കൂറു പുലർത്തുന്നവരോ സാമ്പത്തിക താൽപര്യങ്ങളുള്ളവരോ കമ്മീഷൻ അംഗങ്ങളാവരുതെന്ന് നിയമത്തിൽ പറയുന്നു. എന്നാൽ റെഗുലേറ്ററി കമ്മീഷന്റെ നിലവിലുള്ള 2 അംഗങ്ങളും KSEBയിൽ നിന്നും വിരമിച്ചവരാണ്. കമ്മീഷൻ അംഗമായ പി പരമേശ്വരൻ KSEBയിൽ ചീഫ് എഞ്ചിനീയറായും മാത്യു ജോർജ് ബോർഡിന്റെ ഫിനാൻസ് മെമ്പറായും വിരമിച്ചു. 3 അംഗ കമ്മീഷൻ എടുക്കുന്ന ഭൂരിപക്ഷ തീരുമാനം സ്വാഭാവികമായും KSEBയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നത് മാത്രമാവുമെന്നാണ് ആരോപണം. കമ്മീഷൻ ചെയർമാനായിരുന്ന KJ മാത്യു മരണപ്പെട്ടതോടെ 2 അംഗങ്ങൾ മാത്രം ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. വൈദ്യുതി ബോർഡിന്റെ താൽപര്യങ്ങൾ ഉപഭോക്താവിൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അവശ്യഘട്ടങ്ങളിൽ വൈദ്യുതി ബോർഡിന്റെ ആവശ്യങ്ങൾ തള്ളിക്കളയുന്നതിനും അവകാശമുള്ള സ്വതന്ത്ര ഏജൻസിയാണ് റെഗുലേറ്ററി കമ്മീഷൻ. ടാരിഫ് ഫിക്സ് ചെയ്യുന്നത് 2 ടാരിഫ്, ഒരു വാങ്ങുന്ന ടാരിഫ്, വിൽക്കുന്ന ടാരിഫ്, അതുപോലെ അവരുടെ ഇൻകം എക്സ്പെൻഡിച്ചർ പിന്നെ കമ്മീഷന്റെ അപ്രൂവലോട് മാത്രമേ ചെയ്യാൻ. KSEBയുടെ ആവശ്യങ്ങളെ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ടുള്ള വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ സമീപകാല തീരുമാനങ്ങളാണ് പുതിയ വിവാദത്തിന് കാരണം. കേന്ദ്ര വൈദ്യുതി നിയമത്തിലെ ചട്ടങ്ങളെ മറികടന്നുകൊണ്ടാണ് റെഗുലേറ്ററി കമ്മീഷന്റെ പ്രവർത്തനങ്ങളെന്നും ആരോപണമുണ്ട്. കമ്മീഷൻ പക്ഷപാതപരമായി തീരുമാനമെടുക്കുന്നു എന്നാരോപിച്ച് ലഭിച്ച പരാതി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കമ്മീഷൻ അംഗങ്ങളുടെ നിയമനത്തെയും ഈ പരാതിയിലൂടെ ചോദ്യം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ലോഡ് ഷെഡിംഗ് അനുവദിക്കുന്നതിനായി കമ്മീഷൻ അടിയന്തര യോഗം ചേർന്നത് ചട്ടവിരുദ്ധമാണെന്നും ആരോപണമുണ്ട്. KSEBയുടെ മുൻ ചെയർമാനായിരുന്ന KM മനോഹരനെ റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനായി നിയമിക്കാനുള്ള നീക്കം നേരത്തെ തന്നെ വിവാദമായിരുന്നു. TG സജിത്, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.